നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. നവീകരിച്ച തൊടുപുഴ നഗരസഭാ പാർക്ക് തുറന്നു. മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി തോമസ് എംപിയും പങ്കെടുത്തു. അറക്കുളം കാവുംപടിയിൽ മാലിന്യ നിക്ഷേപം സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് നീക്കം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രചരണ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നിറം മങ്ങാതെ നോക്കണമെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. ഇരവികുളം ദേശീയ ഉദ്യാനം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. വരയാടുകൾ സഞ്ചാരികളെ വരവേൽക്കുന്നു. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണയുടെ തിരുനാൾ ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. നവീകരിച്ച തൊടുപുഴ നഗരസഭാ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. എവിടെയെങ്കിലും തുറന്ന സ്ഥലം അല്പം കിട്ടിയാൽ ഉടനെ ഇവിടെ കെട്ടിടം പണിയുക എന്നുള്ളൊരു തെറ്റായ പ്രവണത നമ്മുടെ നഗരസഭകളിലെല്ലാം ഉണ്ട്. പഞ്ചായത്തുകളുണ്ട്. ജനങ്ങൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം വേണം. അവിടെയെല്ലാം കെട്ടിടം പണിയുന്നത് തെറ്റായൊരു കാര്യമാണെന്ന് എൻ്റെ ഉറച്ച അഭിപ്രായം. അങ്ങനെ മനസ്സിലാക്കുന്ന കെട്ടിടം പണിത് പോയി. ഇനി നടക്കാൻ സൗകര്യമില്ല ആളുകൾ. ഈ ആറിന്റെ തീരത്തുകൂടി ഒരു നടപ്പാത എന്ന് പറഞ്ഞാൽ നല്ല വീതി, വാഹനങ്ങൾ കയറ്റാൻ അനുവാദമില്ലാത്ത ഒരു നടപ്പാത പോലീസ് സ്റ്റേഷന്റെ സൈഡിലൂടെ ഉണ്ടാക്കിയാൽ അത് വലിയൊരു സൗകര്യമായിരിക്കും. അത് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറെ എല്ലാം ആറിന്റെ ഇതിന്റെ കെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്താൽ നമുക്ക് അങ്ങനെ ഒരു നടപ്പാത കൂടി സൃഷ്ടിക്കാൻ കഴിയും. അത് ടൗണിന്റെ സൗകര്യങ്ങൾ വർദ്ധിക്കും. പൊതുജനങ്ങൾക്ക് നടക്കുവാനുള്ള ഒരു സൗകര്യമാകും. നടപ്പാത സൃഷ്ടിക്കുമ്പോൾ നല്ല പ്ലാൻ സൃഷ്ടിക്കണം. ഇടയ്ക്കുള്ള ഇരിക്കുവാനുള്ള സൗകര്യം, റിഫ്രഷ്മെന്റിനുള്ള സൗകര്യം, ഒരു പാർക്കിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നല്ല നടപ്പാത കൂടി തൊടുപുഴ ടൗണിൽ ഉണ്ടാകേണ്ടിയിരിക്കുകയാണ്. പി ടി തോമസ് എംപി, മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്, നഗരസഭാ കൗൺസിലർമാർ, വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രി പി ജെ ജോസഫ് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നു. എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ. വിളവെടുപ്പ് സൂചിപ്പിക്കുന്ന, ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന വിഷുവിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന ഹൈക്കോടതി വിധി ലംഘിച്ച് അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ കാവുംപടിയിൽ നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ചേർന്ന് നീക്കം ചെയ്തു. യൂണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പൊതു താൽപര്യപ്രകാരം ഈ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മാലിന്യ സംഭരണിയിലാണ് ജനങ്ങൾ മാലിന്യ നിക്ഷേപം നടത്തിയിരുന്നത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ യഥാസമയം മാലിന്യങ്ങൾ നീക്കം ചെയ്യാതിരുന്നതും വിനയായി. ഇതേ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയത്. ചരിത്രപ്രസിദ്ധമായ തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞായറാഴ്ച കൊടിയേറും. രാത്രി 8-നും 8:30-നും മധ്യേ ക്ഷേത്രം തന്ത്രി ആമല്ലൂർ കാവനാട് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. 24-ന് ആറാട്ടോടെ സമാപിക്കും. ഞായറാഴ്ച രാവിലെ 7:30-ന് പന്തീരടി പൂജ, 8-ന് നാരായണീയ പാരായണം, 8:30-ന് യോഗീശ്വര പൂജ, 12-ന് തിരുവോണകൂട്ട്, 7-ന് ബലിക്കൽപുര നമസ്കാരം, 8:30-ന് നൃത്തം, 8:50-ന് നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന തെക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഹോട്ടലുകളെ ചെറുകിട വ്യവസായം അംഗീകരിക്കുക, പാചകവാതകം, വൈദ്യുതി, വെള്ളം എന്നിവ ഗാർഹിക നിരക്കിൽ നൽകുക, FSI ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് G ജയപാലിന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് MN ബാബു, റെയ്വി സ്റ്റീഫൻ, പ്രസാദ്, അജി, CN ബാബു, അനൂപ് കളരിക്കൽ, KB സുബൈർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ
സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു സംഘടന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇന്ന് വരെ ഇങ്ങനെയൊരു സമര പരിപാടികൾക്ക് കാര്യമായിട്ട് രൂപം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ സമൂഹ മധ്യത്തിലേക്ക് ഇങ്ങനെയൊരു സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിലെ ചെറുകിട വ്യവസായ മേഖലയാകെ ഹോട്ടലുകൾ മാത്രമല്ല, എല്ലാ ചെറുകിട വ്യവസായങ്ങളും നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ചില നിയമങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് കണ്ട് നോക്കി നിൽക്കുവാൻ ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിന് കഴിയുകയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 800 രൂപ വിലയുണ്ടായിരുന്ന ഗ്യാസിന് ഇന്ന് 1800 രൂപയാണ് വില. കഴിഞ്ഞ മാസം 1560 രൂപയായപ്പോൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പെട്രോളിയം വകുപ്പ് മന്ത്രി ശ്രീ ജയപാൽ റെഡ്ഡിയുമായി ചർച്ച നടത്തുകയും ഇവിടുത്തെ ചെറുകിട വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ തീർച്ചയായും നിങ്ങൾ പറയുന്നത് ന്യായമായ ഒരു കാര്യമാണെന്നും അടിയന്തരമായി കേന്ദ്ര സർക്കാരുമായി സംസാരിച്ച് കേരള കോൺഗ്രസിന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് മന്ത്രി പി ജെ ജോസഫ്. ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മുൻ എം പി ഫ്രാൻസിസ് ജോർജിനെ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കുമെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. ഞാൻ വളരെ വ്യക്തമായി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, 38 MLA-മാരുള്ള കോൺഗ്രസ് പാർട്ടിക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ 10 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉള്ളപ്പോൾ 20 MLA-മാരുള്ള ലീഗിന് 5ാമതൊരു മന്ത്രി എന്നുള്ളത് തികച്ചും ന്യായമായൊരാവശ്യമാണ്. അത് അംഗീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടില്ല. അല്ല എല്ലാ സാധ്യതകളും പരിശോധിച്ച് കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഇല്ല, തീരുമാനമായിട്ടില്ല. കുടയത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഞായറാഴ്ച രാവിലെ 10-ന് സ്കൂൾ ഹാളിൽ നടക്കും. ശതാഭിഷിക്തരായ പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. സ്കൂളിലെ ആദ്യകാല പ്രധാന അധ്യാപകരായ ഇട്ടൂബ് തരകൻ, PR സരോജിനിയമ്മ, അഗസ്റ്റിൻ, മറിയക്കുട്ടി, അറുമുഖംപിള്ള, സൂസന്ന, രവീന്ദ്രൻ നായർ, കുര്യൻ ഫിലിപ്പ്, വർഗീസ് ചിറ്റാടൽ എന്നിവരെ കൂടാതെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ സ്കൂളിൽ നിന്നും പ്രഗത്ഭരായ മാറിയ ആളുകളെയും ചടങ്ങിൽ ആദരിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കൺവീനർ VR ശങ്കരപിള്ള അറിയിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന്റെ ജനക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന വാദകോലാഹലങ്ങളിൽപ്പെട്ട് നിറം മങ്ങാതെ നോക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധരാണെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോയ് കെ പൗലോസ്. നമ്മുടെ കേരളത്തിലെ പൊതുവായ സാഹചര്യങ്ങൾ, കഴിഞ്ഞ 10 മാസമായി അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വളരെ ഗുണഫലങ്ങൾ ഈ നാടെമ്പാടുമുള്ള സാധാരണക്കാരായ ജനങ്ങൾ അവോളം അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിനിടയിൽ കഴിഞ്ഞ ചുരുക്കം ചില ദിവസങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ തീർച്ചയായിട്ടും ആ ഏറ്റവും അനുകൂലമായിരുന്ന സാഹചര്യങ്ങൾക്കൊക്കെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ചില സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തുടക്കം കുറിച്ചിട്ടുള്ള, ആരംഭം കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടിൽ നിന്ന് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന പ്രശ്നമുണ്ടാകില്ല എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോലാഹലങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ ദിവസത്തിനകം അവസാനിക്കും. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച്, ഉത്തരവാദപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ചെറിയ പ്രയാസങ്ങളൊക്കെ ഇതുമായിട്ടുണ്ടായിട്ടുണ്ട്, വസ്തുതയാണ്. KPCCയുടെ മീറ്റിംഗിലുണ്ടായ പൊതുവായ വികാരത്തിനനുസരിച്ചല്ല ഇന്ന് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയെ രഹസ്യമായിട്ട് പോകേണ്ട കാര്യമൊന്നുമല്ല. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്തൊരു നിലപാടില് ഒരുപക്ഷെ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല.
KPCC നിർവാഹക സമിതി അംഗം CP മാത്യു, DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് S അശോകൻ, KV സിദ്ധാർത്ഥൻ, PS ചന്ദ്രശേഖരപിള്ള, TJ ജോസഫ്, ജാഫർ ഖാൻ മുഹമ്മദ്, KM ഷാജഹാൻ, ജോർജ് ചാന്നിക്കൽ, KG സജിമോൻ, CE മൈദീൻ, നിയാസ് കുരാപ്പള്ളി, പ്രമോദ് പുളിങ്കുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം പ്രമാണിച്ച് നിയമസഭാ സമുച്ചയത്തിലുള്ള അംബേദ്കർ പ്രതിമയിൽ മന്ത്രി AP അനിൽകുമാറും സ്പീക്കർ G കാർത്തികേയനും പുഷ്പാർച്ചന നടത്തി. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഫാദർ ജോസഫ് ഏറമ്പിൽ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി. അത്യധികം കരുണയുള്ളവനാണ്. ആ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അതാണല്ലോ നാം വായിച്ച തിരുവചനത്തിൻ്റെ സാരാംശം. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വചനത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരമാണ് പിതാവായ ദൈവത്തെ വിശേഷിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവം സകല സമാശ്വാസത്തിൻ്റെയും കരുണയുടെയും അലിവിൻ്റെയും അനുകമ്പയുടെയും ദൈവമാണ്. സ്വർഗീയ പിതാവിൻ്റെ കാരുണ്യം കത്തിജ്വലിച്ച് നിൽക്കുന്ന 2 തിരുവചന ഭാഗമാണ് പഴയ നിയമത്തിൽ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം, യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. ഞാനതെല്ലാം ഇവിടെ വിവരിക്കുന്നില്ല. എങ്കിലും കരുണയുടെ കയർ കൊണ്ട് കയറിട്ട് തന്ന് നിങ്ങളെ ഞാൻ രക്ഷിച്ചു എന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് കൊല്ലുന്നതിൽ കൊന്നു കളയണമോ? ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കും. ഉച്ചകഴിഞ്ഞ് 3:45 കോതമംഗലം ബിഷപ്പ്മാർ ജോർജ് പുന്നക്കോട്ടിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിക്കും. വരൾച്ച മൂലം ഹൈറേഞ്ചിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. ഇതോടെ ഏലം കർഷകർ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. 8 വർഷത്തിനിടെ കടുത്ത വരൾച്ചയാണ് ഇത്തവണ ഹൈറേഞ്ചിൽ അനുഭവപ്പെടുന്നത്. മിക്കയിടങ്ങളിൽ നിരവധി തവണ വേനൽമഴ ലഭിച്ചെങ്കിലും ഹൈറേഞ്ചിൽ പലയിടത്തും ഇതുവരെ മഴ പെയ്തിട്ടില്ല. രൂക്ഷമായ വരൾച്ച മൂലം ഏലച്ചെടികൾ ഒന്നാകെ കരിഞ്ഞുണങ്ങുകയാണ്. കുമളി, ശാന്തൻമാറ, ബൈസൺവാലി മേഖലകളിലാണ് വരൾച്ച കൂടുതലും. ഏലച്ചെടികൾ നനയ്ക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന കുളങ്ങൾ വറ്റിവരണ്ടു. ഇതോടെ ഏലം കർഷകരുടെ പ്രതീക്ഷയും താളം തെറ്റി. ഏലമൊക്കെ ഉണങ്ങി വീണ് കഴിഞ്ഞു. ചരമാണെങ്കിൽ എല്ലാം ഉണങ്ങി ചുരുങ്ങി. ചിമ്പും മടിക്കുന്നില്ല. ചരവും പോയി, കായും പോയി. ആകപ്പാടെ യാതൊരു ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയായി. രൂക്ഷമായ വരൾച്ച മൂലം ഈ സീസണിൽ ഉൽപാദനം പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. ഏലക്കായ്ക്ക് ഉയർന്ന വില ലഭിക്കുന്ന ഈ സമയത്ത് ചെടികൾ കരിഞ്ഞുണങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു. BBC ന്യൂസ്, ഇടുക്കി. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പേൾ റോയൽ ഇന്റർനാഷണൽ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10-ന് മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. 4 സ്റ്റാർ സൗകര്യത്തോടെയാണ് ഇവിടെ പുതിയ ഹോട്ടൽ ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവീകരിച്ച തൊടുപുഴ നഗരസഭാ പാർക്ക് തുറന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. PT തോമസ് MPയും പങ്കെടുത്തു. അറക്കുളം കാവുംപടിയിൽ മാലിന്യ നിക്ഷേപം സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് നീക്കം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രചരണ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നിറം മങ്ങാതെ നോക്കണമെന്ന് DCC പ്രസിഡന്റ് റോയി K പൗലോസ്. ഇരവികുളം ദേശീയ ഉദ്യാനം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. വരയാടുകൾ സഞ്ചാരികളെ വരവേൽക്കുന്നു.
തൊടുപുഴ ഡിവൈൻ മേഴ്സി ശ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണയുടെ തിരുനാൾ ഞായറാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.